നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തുവന്നു. ചൊവ്വാഴ്ച പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ ടുഡേസ് ചാണക്യ എൻഡിഎ വീണ്ടും അധികാരത്തിലേറുമെന്നാണ് പ്രവചിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ ആകട്ടെ ഫോട്ടോ ഫിനിഷ് എന്നും എൻഡിഎക്ക് മഹാഗഡ്ബന്ധനേക്കാൾ നേരിയ മുൻതൂക്കവും കണക്കാക്കുന്നു. ടുഡേസ് ചാണക്യയുടെ കണക്കുകൾ ഇങ്ങനെ: 160 സീറ്റോടെ എൻഡിഎ അധികാരത്തിലേറും. അതിൽ മാർജിൻ ഓഫ് ഇറർ 12 ആണ്. 12 സീറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അതായത് BJP JDU സഖ്യം 148-നും 172-നും ഇടയിൽ സീറ്റിൽ ജയിക്കും. RJD നയിക്കുന്ന മഹാഗഡ്ബന്ധനാകട്ടെ 77 സീറ്റാണ് കിട്ടുക. മാർജിൻ ഓഫ് ഇറർ 12, അതായത് 65-നും 89-നും മധ്യ സീറ്റുകൾ നേടിയെടുക്കും. ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം ഇങ്ങനെ: ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളിൽ എൻഡിഎയും മഹാഗഡ്ബന്ധനും തമ്മിൽ കനത്ത പോരാട്ടമാണെന്ന് പറയുന്നു. നേരിയ മുൻതൂക്കം എൻഡിഎക്കാണ്. എൻഡിഎ 121-നും 141-നും മധ്യ സീറ്റുകൾ നേടുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു. മഹാഗഡ്ബന്ധന് 98 മുതൽ 118 സീറ്റുകൾ വരെ. കിങ് മേക്കർ ആകുമെന്ന് കരുതിയ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്ക് 2 പോളുകളിലും സീറ്റൊന്നും പ്രവചിക്കുന്നില്ല. മറ്റുള്ള കക്ഷികൾക്ക് 1 മുതൽ 5 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സർവേ പ്രകാരം തേജസ്വി യാദവിന്റെ RJD ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറും. 67 മുതൽ 76 സീറ്റുകൾ വരെ RJDക്ക് ലഭിക്കും. നിതീഷ് കുമാറിന്റെ JDU ആയിരിക്കും രണ്ടാമത്. 56 മുതൽ 62 വരെ സീറ്റുകളാകും അവർക്ക് ലഭിക്കുക. BJP ആയിരിക്കും മൂന്നാമത് എത്തുക. 50 മുതൽ 56 സീറ്റ് വരെ ആയിരിക്കും നേടുക. കോൺഗ്രസ് 17 മുതൽ 21 സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. എന്നാൽ 121 മുതൽ 141 സീറ്റുകൾ വരെ നേടി NDA ഭരണം നിലനിർത്തുമെന്നും സർവേ പ്രവചിക്കുന്നു. 98 മുതൽ 118 വരെ സീറ്റുകളാവും മഹാഗഡ്ബന്ധന് ലഭിക്കുക. പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി അസദുദ്ദീൻ ഒവൈസിയുടെ AMI 0 മുതൽ 2 സീറ്റുകളിലും വിജയിക്കുമെന്നും സർവേ പറയുന്നു. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലും NDA മുന്നിലാണ്. NDAക്ക് 43% വോട്ടുകൾ ലഭിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് 41% വോട്ടുകൾ പ്രവചിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഫിനിഷ് എന്ന് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു. പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്ക് 4% വോട്ട് വിഹിതം ലഭിക്കുമെന്നും സർവേ പറയുന്നു. വിവിധ സമുദായങ്ങളുടെ പിന്തുണയെക്കുറിച്ചും സർവേകൾ സൂചന നൽകുന്നു. NDAക്ക് OBCയുടെ 63% പിന്തുണയുണ്ട്. SC വിഭാഗത്തിന്റെ 49% പിന്തുണ, ജനറൽ വിഭാഗത്തിന്റെ 65% പിന്തുണയും ലഭിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ വിലയിരുത്തൽ. മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന് യാദവ മുസ്ലിം സമുദായങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. ഇത് 90, 79 എന്നിങ്ങനെയാണ് വോട്ട് ശതമാനം. ടുഡേസ് ചാണക്യയുടെ പ്രവചനം കൂടുതൽ NDAക്ക് അനുകൂലമാണ്. NDAക്ക് 160 സീറ്റുകൾ ലഭിക്കുമെന്നും ഇന്ത്യ സഖ്യത്തിന് 77 സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് അവരുടെ പ്രവചനം. ആകെ വോട്ട് വിഹിതത്തിൽ NDAക്ക് 44%, RJDക്ക് 38% ലഭിക്കുമെന്നും ടുഡേസ് ചാണക്യ പ്രവചിക്കുന്നു. മുസ്ലിം വിഭാഗത്തിൽ 69% പേർ RJDയെ പിന്തുണച്ചപ്പോൾ BJPക്ക് 12% പേരുടെ മാത്രമാണ് പിന്തുണ. ചൊവ്വാഴ്ച പുറത്തു വന്ന മിക്ക എക്സിറ്റ് പോളുകളിലും NDA 130-നും 209-നും ഇടയിൽ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. 243 അംഗ സഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 സീറ്റുകളാണ്. അതേസമയം ബീഹാറിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളി RJD നേതാവും ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ് രംഗത്ത് വന്നു. ഇന്ത്യ സഖ്യം 160-ലധികം സീറ്റുകൾ നേടുമെന്ന് തേജസ്വി പട്നയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താഴെത്തട്ടിൽ നിന്ന് അനുകൂലമായ പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് 160-ലധികം സീറ്റുകൾ ലഭിക്കും. ജനതാദളിന് 1995 ലഭിച്ച സീറ്റുകളേക്കാൾ വലിയ നേട്ടം ഇത്തവണ ഇന്ത്യ സഖ്യത്തിനുണ്ടാകുമെന്ന് വോട്ടെടുപ്പിന് മുമ്പ് ലഭിച്ച പ്രതികരണമെന്നും RJD നേതാവ് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ അധികമുള്ള 76 ലക്ഷം വോട്ടർമാരെല്ലാം മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വോട്ടർമാരെല്ലാം. ഭൂരിഭാഗം അഭിപ്രായ സർവേകളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ നിതീഷ് കുമാറിന് 18%-ലധികം വോട്ടുകൾ പ്രവചിക്കുന്നില്ലെന്നും തേജസ്വി കൂട്ടിച്ചേർത്തു.